ഹായ് ഹലോ. ഇത് നേരെ പുതുക്കോട് ഭഗവതി ക്ഷേത്രം. അന്ന് ഞങ്ങൾ എത്തുമ്പോൾ ഇച്ചിരി ലൈറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ താലപ്പൊലി കയറുന്ന സമയമാകുമ്പോഴത്തേക്ക് എത്തിയത്. താലം കുംഭമെന്നുള്ളത് പക്ഷെ ഓരോ അമ്പലത്തിലും ഓരോ തരത്തിലായിരുന്നു താലപ്പൊലി. കണ്ടോ, ചിലർ പഴവും ചന്ദനത്തിരിയും കത്തിച്ചിട്ട്, ചിലർ വാഴ കുമ്പിളിൽ തിരി കത്തിച്ചിട്ട്, അങ്ങനെ ഓരോ തരത്തിലായിരുന്നു താലപ്പൊലിയും കാര്യങ്ങളും. പിന്നെ ചെണ്ടവാദ്യങ്ങളോടുകൂടി കുമ്പെഴുന്നള്ളി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവതിത്തറ. ഇവിടെ ഒരു ഭഗവതി ഇറങ്ങും. സാധാരണ എല്ലാ കാവുകളിലും അമ്പലങ്ങളിലും ഭഗവതി രണ്ടെണ്ണം ഇറങ്ങും. ഇത് ഭദ്രകാളി ക്ഷേത്രമായിരുന്നു പോയിരുന്നത്, മേലെ പുതുക്കോട്. അവിടെ 2 ഭഗവതി ഇറങ്ങും. പക്ഷേ ഇവിടെ ഒരു ഭഗവതി മാത്രമാണ് ഇറങ്ങിയിരുന്നത്. ഇതാണ് കോമരം. 3 കോമരങ്ങളുണ്ടാകും. ഈ 3 കോമരങ്ങളാണ് ഇളകി പറയുന്നതും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഉത്സവമായിരുന്നു. നല്ല രീതിയിൽ ആൾക്കാർ, പിന്നെ മറ്റേ എന്താ പറയുക, കദീന, വെടിക്കെട്ട് പൂരങ്ങളുണ്ടായിരുന്നു, കമ്പം, ഇതങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. കാരണം ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിലൊന്ന് കാണാൻ പറ്റിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 ഭഗവതി ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു ഭഗവതിയും പിന്നെ അവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഭദ്രകാളിത്തറയായിട്ടാണ് ഉണ്ടാകുന്നത്. ഭഗവതിത്തറ എല്ലാ വർഷവും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ മുഹൂർത്ത ചായങ്ങളും വസ്ത്രധാരണങ്ങളും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഭദ്രകാളിത്തറയ്ക്ക് മാത്രം തലപ്പാവ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. ഇതാണ് കോമരം. പിന്നെ ചൂട്ടുകളി എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും എല്ലാ തിര ഇറങ്ങുമ്പോഴും ചൂട്ടുകളി ഉണ്ടായിരിക്കുന്നതാണ്. കണ്ടോ, ചുട്ടുകളി. ചുട്ടുകളിക്ക് ഇവരുടെ ഓരോ അഭ്യാസ പ്രകടനങ്ങളും ഉണ്ടാവും. അതിങ്ങനെ കാണിക്കും. അതിനുശേഷം വീണ്ടും ഭഗവതിത്തറ കളിക്കും, വീണ്ടും ചുട്ടുകളി. അങ്ങനെ ആളുകൾക്ക് നല്ല ഭംഗി, രസമുള്ള, കാണാൻ നല്ല രീതിയിലുള്ളതായിരിക്കും.
ചുട്ടുകളി കഴിഞ്ഞുകൊണ്ടാണ് തന്നെ ഭഗവതിത്തറ വീണ്ടും കളിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ ഭഗവതിത്തറ കളിക്കുന്നത്. ഇങ്ങനെ ഡാർക്ക് ലൈറ്റുകൾ ഇട്ടിട്ട്. അതിനുശേഷമാണ് പിന്നെ ലൈറ്റ് ഓണാക്കിയതിന് ശേഷം നല്ല ലൈറ്റ് ഇട്ടിട്ട് പിന്നെ വീണ്ടും വെളിച്ചത്തിലായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചൂടുകളൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭദ്രകാളി വരുന്നത്. ഭദ്രകാളിക്ക് ഭഗവതി തന്നെ വ്യത്യസ്തമായ തലപ്പാവയും കാര്യങ്ങളൊക്കെയാണ്